Good evening all. Welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ 10th മൊഡ്യൂൾ. ഈ ഒരു സിലബസിലെ ഫൈനൽ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ജോയിൻ ആയെന്ന് വിചാരിക്കുന്നു. ആൻസേഴ്സ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഈ ഒരു മൊഡ്യൂള്. മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Assertion reason question ആണ്. Correctional social work attempts to create equilibrium between the offender and the social environment. Reason: social environment alone is responsible for the criminal behavior. ഓക്കെ, കറക്റ്റ് ആണ്. ആൻസർ ബി ആണ് വരിക. കറക്ഷണൽ സോഷ്യൽ വർക്ക് ഒഫൻഡറും ആ ഒരു വ്യക്തിയുടെ സോഷ്യൽ എൻവയോൺമെന്റും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു അറ്റംപ്റ്റ് ആണ് നടത്തുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷെ റീസൺ ഇവിടെ റോങ് ആണ് വന്നിരിക്കുന്നത്. സോഷ്യൽ എൻവയോൺമെന്റ് അലോൺ ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ക്രിമിനൽ ബിഹേവിയർ. ഇവിടെ ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് ഫാക്ടേഴ്സ് അതിന്റെ പിറകിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ബി ആണ്. സോ സോഷ്യൽ എൻവയോൺമെന്റ് അലോൺ ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ക്രിമിനൽ ബിഹേവിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. Parole is a privilege, not a right. Reason: it is granted based on behavior and institutional assessment. കുറച്ച് കൺഫ്യൂസിങ് ആയെന്ന് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം പരോൾ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും, ഇത് ജയിലിൽ കഴിയുന്ന എല്ലാ ഒഫൻഡേഴ്സിനും കിട്ടുന്ന ഒരു റൈറ്റ് അല്ല. അത് അവരുടെ ഒരു ബിഹേവിയറിന്റെ ബേസിസിലും ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ അസസ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ അവരുടെ ഒരു ശിക്ഷാ കാലയളവ് കഴിയണം, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. പ്ലസ് അവരുടെ ബിഹേവിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവര് ആ ഒരു കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരെങ്ങനെയായിരിക്കുന്നു, ആ ഒരു ഓഫീസേഴ്സിന്റെ ഒക്കെ ഒരു റിപ്പോർട്ട് പ്രകാരമൊക്കെയാണ് ഈ ഒരു പരോള് വരുന്നത്. അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു റൈറ്റ് അല്ല പരോൾ എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു ബിഹേവിയർ അസസ്മെന്റിന്റെ ഒക്കെ ബേസിസിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് പരോൾ എന്ന് പറയുന്നത്. സോ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ്. നമ്മൾ ഈ ഒരു കറക്ഷൻ സെറ്റിംഗിൽ അപ്ലൈ ചെയ്യുന്ന തെറപ്യൂട്ടിക് ഇന്റർവെൻഷൻസും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രൈസിസ് ഇന്റർവെൻഷൻ, കൗൺസിലിംഗ്, കേസ് വർക്ക്, റീഹാബിലിറ്റേഷൻ പ്ലാനിംഗ്, സ്റ്റെബിലൈസിംഗ് ഇമ്മീഡിയറ്റ് ഇമോഷണൽ ടർമോയിൽ, ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട് വിത്ത് റാപ്പോർട്ട്, സ്ട്രക്ചേർഡ് പ്രോഗ്രാം പാത്വേ, അണ്ടർസ്റ്റാൻഡിംഗ് ക്ലയന്റ് ബിഹേവിയർ ഹോളിസ്റ്റിക്കലി. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ക്രൈസിസ് ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ്. ആ ഒരു പെർട്ടിക്കുലർ ക്രൈസിസ് സിറ്റുവേഷനിൽ അവർ ഇമോഷണലി ഫസ്റ്റ് സ്റ്റെബിലൈസ് ചെയ്യുക, അതിനുശേഷം അവരുടെ പ്രോബ്ലം എന്താണോ അതിനെ അഡ്രസ് ചെയ്യുക. അതാണ് ക്രൈസിസ് ഇന്റർവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റെബിലൈസിങ് ഇമ്മീഡിയറ്റ് ഇമോഷണൽ ടേമോയിൽ, ആ ഇമ്മീഡിയറ്റ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രൈസിസിൽ. ദെൻ കൗൺസിലിംഗ്, ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ട് വിത്ത് റാപ്പോർട്ട്, പ്രൊഫഷണൽ റാപ്പോർട്ട് ഒക്കെ ബിൽഡ് ചെയ്ത് ഇൻഡിവിജ്വലി നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് കൗൺസിലിംഗ്
കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കേസ് വർക്ക്, അണ്ടർസ്റ്റാൻഡിങ് ക്ലൈന്റ് ബിഹേവിയർ ഹോളിസ്റ്റിക്കലി, ആ ഒരു വ്യക്തിയുടെ ഫങ്ഷനിങ്ങിന് തടസ്സം നിൽക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എൻറ്റയർലി ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ അസസ് ചെയ്യുക, അതുപോലെ തന്നെ വേണ്ട ഇന്റർവെൻഷൻസ് കൊടുക്കുക, അതാണ് കേസ് വർക്കിൽ സംഭവിക്കുന്നത്. ദെൻ റീഹാബിലിറ്റേഷൻ പ്ലാനിങ്, സ്ട്രക്ചേർഡ് പ്രോഗ്രാം പാത്വേ, അതാണ് റീഹാബിലിറ്റേഷൻ പ്ലാനിങ്ങിൽ വരുന്നത്. സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ കൗൺസിലിംഗും കേസ് വർക്കും കാണുമ്പോൾ നമുക്ക് കുറച്ച് സിമിലർ ആയിട്ട് തോന്നും. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അവിടെയാണ് ഇപ്പൊ 1-2 പേർക്ക് മിസ്റ്റേക്ക് വന്നേന്ന് തോന്നുന്നു. സോ അത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാണെന്നുള്ളത് നോക്കുക. കേസ് വർക്കും കൗൺസിലിംഗും കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, addiction recovery in prisons must address criminogenic needs. This implies detox alone ensures rehabilitation. Substance abuse is linked to offending behavior and must be treated together. Addicts cannot change. Social workers must avoid involvement. ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് വരിക. ഇവിടെ ക്രിമിനോജനിക് നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒഫൻഡറുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക് ഫാക്ടേഴ്സിനെയാണ് ക്രിമിനോജനിക് നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സിന് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഒരു റിസ്ക് ഫാക്ടർ ആണ്. ദെൻ ഇപ്പോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്രിമിനോജനിക് നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അഡിക്ഷൻ റിക്കവറി വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അഡിക്ഷൻ ഇഷ്യൂസ് ഉള്ള സമയത്ത് ഈ വ്യക്തി ചെയ്യുന്ന ആ ഒരു ഒഫൻഡിങ് ബിഹേവിയറിനെയും കൂടെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മൾ ഈ വ്യക്തിക്ക് ഒരു അഡിക്ഷൻ റിക്കവറി ഇന്റർവെൻഷൻ കൊടുക്കുമ്പോൾ ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ആ വ്യക്തിയുടെ ക്രിമിനോജനിക് നീഡ്സിനെ കൂടി അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിവിയർ അഡിക്ഷൻ ഉള്ള സമയത്ത് ആ വ്യക്തി അക്രമാസക്തനാകുന്നു, ചുറ്റുമുള്ള ആൾക്കാരെ ആക്രമിക്കുന്നു. ഓക്കെ, സോ ആ ഒരു ക്രിമിനോജനിക് ഒരു പ്രശ്നം അവിടെ ഉണ്ട്. സോ അതിനെയും കൂടെ നമ്മൾ അഡിക്ഷൻ റിക്കവറിയിൽ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ കാരണം എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കാരണമായിട്ട് പറയുന്നത് എന്താ? സബ്സ്റ്റൻസ് അബ്യൂസ് ഈസ് ലിങ്ക് ടു ഒഫൻഡിങ് ബിഹേവിയർ ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് ടുഗദർ. സോ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വഴി ഒരു ഒഫൻഡിങ് ബിഹേവിയറും ആ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നുണ്ട്. സോ രണ്ടും നമ്മൾ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, next one, which group requires the most structured aftercare support under Juvenile Justice Act? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആഫ്റ്റർ കെയർ സപ്പോർട്ട് ഈ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പിൽ ആർക്കാണ് വേണ്ടത്? ചിൽഡ്രൻ ഫ്രം 6 to 10 years age, young adults 18 to 21 aging out of institutions, under trial adults, convicted women. കറക്റ്റ് ആണ്. യങ് അഡൾട്ട്സ് 18 to 21 ഏജിങ് ഔട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം JJ ആക്ട് പ്രകാരം വരുന്ന ഇപ്പോ ഈ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, 6 to 10 ഇയർ എന്ന് പറഞ്ഞ കുട്ടികൾ സ്റ്റിൽ അവർ കുട്ടികൾ തന്നെയാണ്. അഡൾട്ട് ആയിട്ട് പുറത്തു പോകുന്ന ഈ പറഞ്ഞ കാറ്റഗറി പെട്ടവർക്കാണ് ആഫ്റ്റർ കെയർ സപ്പോർട്ട് കൂടുതലായിട്ട് ആവശ്യം വരിക. ഓക്കെ, അണ്ടർ ട്രയൽ അഡൾട്ട്സും ഇതിൽ പെടില്ല. ആഫ്റ്റർ കെയർ സപ്പോർട്ടാണ് പറയുന്നത്, ആഫ്റ്റർ റിലീസ് ഉള്ള കാര്യമാണ് പറയുന്നത്. സോ യങ് അഡൾട്ട്സ് 18 to 21 ഏജിങ് ഔട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Next one, without interdisciplinary teamwork, rehabilitation fails because inmates dislike schedules, needs remain unmet and interventions become isolated, prison rules forbid teamwork, external agencies refuse help. കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ്. ഇന്റർഡിസിപ്ലിനറി ടീം വർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇന്റർഡിസിപ്ലിനറി ടീം വർക്ക് ഇല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഫെയിൽ ആവും. എന്തുകൊണ്ട്? ദ നീഡ്സ് റിമെയിൻ അൺമെറ്റ് ആൻഡ് ഇന്റർവെൻഷൻസ് ബിക്കം ഐസൊലേറ്റഡ്. ഇപ്പോൾ ഒരു ഇന്റർഡിസിപ്ലിനറി ടീമിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു സോഷ്യൽ വർക്കർ ഉണ്ട്, പ്രൊബേഷൻ ഓഫീസർ ഉണ്ട്, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് കണ്ടെത്തുകയാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു സോഷ്യൽ സപ്പോർട്ട് ആവശ്യമുണ്ട്, ഈ വ്യക്തിയുടെ അഡിക്ഷൻ റിക്കവറി അഡ്രസ് ചെയ്യണമെങ്കിൽ ഒരു ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്ക് മെത്തേഡ് ആവശ്യമുണ്ടെന്ന് സൈക്കോളജിസ്റ്റ് കണ്ടെത്തുന്നുണ്ട്. ആ ഒരു ഇന്റർഡിസിപ്ലിനറി ടീം വർക്കും കൊളാബറേഷനും ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം സോഷ്യൽ വർക്കർ അറിയില്ല.
ഓക്കെ. സോ സോഷ്യൽ വർക്കറെ അത് ബോധ്യപ്പെടുത്തുന്നു, സോഷ്യൽ വർക്കർ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു കൊളാബറേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ ഈ വ്യക്തിയുടെ നീഡ്സ് മീറ്റ് ചെയ്യപ്പെടില്ല, ഇന്റർവെൻഷൻസ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. സൈക്കോളജിസ്റ്റ് ഇന്റർവെൻഷൻ ചെയ്തു, പക്ഷെ ഇന്റർവെൻഷന്റെ റിസൾട്ടിന്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ലഭിക്കില്ല. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർ ഡിസിപ്ലിനറി ടീം വർക്ക് ഇല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഫെയിൽ ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ. Next one, follow-up failure most commonly results in higher wages, institutional promotions, recidivism and relapse into crime, legal literacy. കറക്റ്റ് ആണ്, റെസിഡിവിസം ആൻഡ് റിലാപ്സ് ഇൻ ടു ക്രൈം. ഫോളോ അപ്പ് കൃത്യമായിട്ട് ഈ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒഫൻഡേഴ്സ് ആഫ്റ്റർ റിലീസ് അവർക്കൊരു ഫോളോ അപ്പ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആയിക്കോട്ടെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസിന് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തുന്നില്ലെങ്കിൽ വീണ്ടും അവർക്ക് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും, അവർ ആ ക്രൈമിലേക്ക് അവർക്കൊരു റിലാപ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഫോളോ അപ്പും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആണ്. Next one, match the following. Part A, halfway homes, restorative justice, electronic monitoring, trauma-informed care. Part B, avoiding triggers and providing emotional safety, tracking offenders in community, community-based re-entry, repairing harm. Okay, answer is option B. ഹാഫ് ഹോംസ് നമുക്കറിയാം ഒരു ട്രാൻസിഷണൽ പാത്താണ് ഇവരുടെ ഒരു റീഹാബിലിറ്റേഷനിൽ വരുന്നത്, ട്രാൻസിഷണൽ പ്ലേസ് ആണ്. സോ ഹാഫ് ഹോംസ് എന്താ പറയുന്നത്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റീ എൻട്രി. ഇവരുടെ ആ ഒരു ഇത് ഒറിജിനലി ഇവർ എവിടെയായിരുന്നോ അവിടേക്ക് പോകുന്നതിന് മുൻപ് ആഫ്റ്റർ റിലീസ് ഇവർ തങ്ങുന്ന ഒരു ഇതാണ്, ഇത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരു കറക്ഷണൽ സെറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഹാഫ് ഹോംസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീ എൻട്രി. റിസ്റ്ററേറ്റീവ് ജസ്റ്റിസ് നമ്മൾ പറഞ്ഞു, കണ്ണിന് പകരം കണ്ണ്, ഈ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഒക്കെ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്, ശിക്ഷയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്. പക്ഷെ ഇപ്പൊ നിലവിലുള്ളത് റിസ്റ്ററേറ്റീവ് ജസ്റ്റിസ് ആണ്. അതായത് ആ ഒരു ഒഫൻഡർ മൂലം ഉണ്ടായിട്ടുള്ള ഹാം റിപ്പയർ ചെയ്യുക, വിക്ടിം ഒഫൻഡർ തമ്മിലൊരു മീഡിയേഷൻ പോസിബിൾ ആക്കുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇലക്ട്രോണിക് മോണിറ്ററിംഗ്, വിച്ച് മീൻസ് ട്രാക്കിംഗ് ഒഫൻഡേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ നിലവിൽ കഴിയുന്ന ഒഫൻഡേഴ്സിന് നമ്മൾ ട്രാക്ക് ചെയ്യാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അവർ എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ട്രോമ ഇൻഫോംഡ് കെയർ, അവോയ്ഡിംഗ് ട്രിഗേഴ്സ് ആൻഡ് പ്രൊവൈഡിംഗ് ഇമോഷണൽ സേഫ്റ്റി. ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള കെയർ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ ഒഫൻഡേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ ഈ ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായി, ഇപ്പൊ അവർക്ക് ആ ഒരു അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പൊ എന്താണ് അവർ ട്രിഗർ ചെയ്യുന്നത്, അത് അവോയ്ഡ് ചെയ്യുക, അവരെ ഇമോഷണലി അവർക്കൊരു സേഫ്റ്റി എൻഷുർ ചെയ്യുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. Next, the technique most suitable for combating criminal thinking distortions: reality therapy, spiritual counseling, cognitive restructuring, rapport building. കറക്റ്റ് ആണ്, ഓപ്ഷൻ സി ആണ്. ക്രിമിനൽ തിങ്കിങ് ഡിസ്റ്റോർഷൻസ്, അതായത് ഇവരുടെ എന്താ പറയാ തിങ്കിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ തോട്ട്സിലൊക്കെ എന്താ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്, മാലഡാപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതല്ലാത്ത അല്ലെങ്കിൽ മോറലി കറക്റ്റ് അല്ലാത്ത ചില തിങ്കിങ് പാറ്റേൺസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ആ തോട്ട്സ് വഴിയാണ് ഇവര് ഈ ഒരു ക്രിമിനൽ ആക്ടുകൾ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ക്രിമിനൽ തിങ്കിങ് ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് തിങ്കിങ്, അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്യൂട്ടബിൾ ടെക്നിക്കാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അവരുടെ ആ ഒരു മാലഡാപ്റ്റീവ് തോട്ട് പാറ്റേൺസിനെ അഡ്രസ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. Next one, the objective least consistent with community-based corrections: reducing incarceration load, maintaining family ties, strengthening community responsibility, enhancing retributive punishment. Least consistent objective ആണ് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ആ ലീസ്റ്റ് എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പൊ വാക്കുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ലീസ്റ്റ് കൺസിസ്റ്റന്റ് ആണ് ചോദിച്ചിട്ടുള്ള എൻഹാൻസിങ് റിട്രിബ്യൂട്ടീവ് പണിഷ്മെന്റ് അല്ല. നമുക്ക് ഇപ്പൊ റിസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു തടവിൽ ഒരുപാട് പേരെ പാർപ്പിക്കുക, ആ ഒരു ലോഡ് കുറയ്ക്കുക, അതൊക്കെ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഈ ഒരു ഒഫൻഡേഴ്സിന്റെ ഫാമിലി ടൈസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റി റെസ്പോൺസിബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യുക, ഇങ്ങനെയുള്ള ആൾക്കാരുടെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, മോട്ടിവേഷണൽ ഇന്റർവ്യൂവിംഗ് ഇസ് മോസ്റ്റ് യൂസ്ഫുൾ വെൻ inmates are already fully motivated, ambivalence towards change is high, court mandates participation, institutional behavior is excellent. ഓപ്ഷൻ ബി ആണ്. ആംബിവാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, ഇപ്പൊ ഒരു കാര്യം അവർക്ക് തീരുമാനിക്കണം. ഇപ്പൊ ഓക്കെ, മോട്ടിവേഷണൽ ഇന്റർവ്യൂവിങ്, ഞാൻ ഇനി ഈ ഒരു പാത്തിലേക്ക് പോകുന്നില്ല, ഈ ഒരു ഒഫൻസ് കൂടെ ഞാൻ ഇനി കമ്മിറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ വഴി തന്നെയാണ് എന്റെ വഴി, എനിക്കിനി വേറൊരു ഓപ്ഷൻ എടുക്കണ്ട, ഞാൻ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ അങ്ങനെ ഇതിലേതെടുക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റാതെ ഒരു ആംബിവാലൻസ് ഉദ്ദേശിക്കുന്നത് അതാണ്. അതും ചൂസ് ചെയ്യാൻ വയ്യ, ഇതും ചൂസ് ചെയ്യാൻ വയ്യ, അതും ഡ്രോപ്പ് ചെയ്യാൻ വയ്യ, ഇതും ഡ്രോപ്പ് ചെയ്യാൻ വയ്യ, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. നമുക്ക് സ്റ്റേൺ ആയിട്ട് ഒരു ഡിസിഷൻ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്കിത് മതി, ഈ ഒരു നല്ലത് എന്താണോ അത് മതി എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. അതാണ് ഈ ആംബിവാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നിൽക്കുന്നവർക്കാണ് നമ്മൾ ഈ ഒരു മോട്ടിവേഷണൽ ഇന്റർവ്യൂവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോ ഈ ഒരു ഡി അഡിക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റർവെൻഷൻ ആണ് MET, മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറപ്പി. അതിലും ഉദ്ദേശിക്കുന്നത് ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അവര് വില്ലിങ് ആവണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവെൻഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഡി അഡിക്ഷൻ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. തീരുമാനം അവർ എടുക്കണം, അതിന് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മോട്ടിവേഷണൽ ഇന്റർവ്യൂവിംഗ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക വെൻ ആംബിവാലൻസ് ടുവേർഡ്സ് എ ചേഞ്ച് ഇസ് ഹൈ. Next one, match the following: motivational interviewing, dialectical behavior therapy, trauma-focused CBT, behavioral contracting. Part B, commitment and accountability, emotional regulation skills, enhancing readiness for change, reprocessing traumatic memories. Match the following കുറച്ച് കൂടുതൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം കോൺസെപ്റ്റുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മോട്ടിവേഷണൽ ഇന്റർവ്യൂവിംഗ്, എൻഹാൻസിങ് റെഡിനെസ് ഫോർ ചേഞ്ച്. മാറ്റത്തിന് വേണ്ടി അവരെ റെഡിയാക്കുക അല്ലെങ്കിൽ ആ ഒരു റെഡിനെസ് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പി, ഇമോഷണൽ റെഗുലേഷൻ സ്കിൽസ്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തെറപ്പിയാണ് ട്രോമ ഫോക്കസ്ഡ് CBT, ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി, റീപ്രോസസിങ് ട്രോമാറ്റിക് മെമ്മറീസ്. ആ ഒരു ട്രോമാറ്റിക് മെമ്മറീസിനെ റീപ്രോസസ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ മാറ്റം കൊണ്ടുവരിക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിഹേവിയറൽ കൺട്രാക്ടിങ്, കമ്മിറ്റ്മെന്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇപ്പൊ ഇവർക്ക് ഒരു ഇന്റർവെൻഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സബ്സ്റ്റൻസ് അബ്യൂസ് തന്നെ ആയിക്കോട്ടെ, അപ്പൊ അതില് നമ്മൾ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാണ്. അപ്പൊ ഇവരിങ്ങനെയൊക്കെ പെരുമാറണം, അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയർ, ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് എന്നുള്ള ബിഹേവിയർ മാറ്റണം. അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചേഞ്ചിന് വേണ്ടി അവരെ കമ്മിറ്റഡ് ആക്കുക, അവരുടെ ആക്ഷൻ അവർ റെസ്പോൺസിബിൾ ആക്കുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും മാച്ച് ഫോളോയിങ് തന്നെയാണ്. മെന്റലി ഇൽ ഇൻമേറ്റ്സ്, വുമൺ ഒഫൻഡേഴ്സ്, substance abusers, juveniles. Part B, trauma informed gender specific care, diversion, family based rehabilitation, medication and psychosocial interventions, relapse prevention programs. ഓക്കെ, ഓപ്ഷൻ സി ആണ്. മെന്റലി ഇൽ ഇൻമേറ്റ്സ് നമ്മൾ എന്തൊക്കെയാണ് ഇന്റർവെൻഷൻസ് കൊടുക്കുക? മെഡിക്കേഷൻസ് ആൻഡ് ഓൾസോ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ്. വുമൺ ഒഫൻഡേഴ്സ്,
ട്രോമ ഇൻഫോംഡ്. ഇപ്പൊ പല സ്ത്രീകൾക്കും അത് അവർക്ക് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിനപ്പുറത്തേക്ക് പല വിധത്തിലുള്ള ട്രോമ ഫേസ് ചെയ്തതായിരിക്കാം, ഇഷ്യൂസ് ഫേസ് ചെയ്ത ആൾക്കാരായിരിക്കാം. സോ ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള കെയർ ആണ് അവർക്ക് കൊടുക്കേണ്ടത്. ദെൻ സബ്സ്റ്റൻസ് അബ്യൂസേഴ്സ്, റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാംസ്, ഇനി റിലാപ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ജുവനൈൽസ്, ഡൈവേർഷൻ, ഫാമിലി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിൽ നിന്ന് ഒരു ഡൈവേർഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ കഴിവതും അവരെ ഒരു ഫാമിലിയിൽ തന്നെ ആണ് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക. ഇപ്പൊ അവരുടെ വീട്ടിൽ ഓക്കെ ആണെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു മറ്റൊരു ഫാമിലി സെറ്റിംഗിൽ അവരെ കഴിവതും റീഹാബിലിറ്റേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, next one, assertion, interdisciplinary teams prevent service fragmentation in prisons. Reason, each professional works independently without sharing information. ഓപ്ഷൻ ബി ആണ് വരിക. ഇന്റർഡിസിപ്ലിനറി ടീം പ്രിവെന്റ് സർവീസ് ഫ്രാഗ്മെന്റേഷൻ ഇൻ പ്രിസൺസ്. അത് കറക്റ്റ് ആണ്. അതായത് സർവീസസ് തമ്മിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രാഗ്മെന്റഡ് ആവാന്ന് പറയുമ്പോൾ ഒന്നിനോട് കണക്ഷൻ ഇല്ലാതെ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്റർഡിസിപ്ലിനറി ടീംസിന്റെ ആ ഒരു പ്രവർത്തനം വഴി സർവീസ് ഫ്രാഗ്മെന്റേഷൻ പ്രിസണിൽ ഉണ്ടാവുന്നത് തടയാനായിട്ട് പറ്റും. അത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ദെൻ റീസൺ, ഈസ് പ്രൊഫഷണൽ വർക്ക്സ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് ഷെയറിംഗ് ഇൻഫർമേഷൻ. ഓരോ പ്രൊഫഷണലും ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് ഒന്നും മറ്റു പ്രൊഫഷണലുമായിട്ട് ഷെയർ ചെയ്യാതെ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ല. ഒരു ഇന്റർഡിസിപ്ലിനറി ടീം ആണെങ്കിൽ അവിടെ ഓരോ പ്രൊഫഷണലും കൊളാബറേറ്റീവ്ലി ആണ് വർക്ക് ചെയ്യുക. ആ ഒരു അവരുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള റിക്വയർഡ് ഇൻഫർമേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇന്റർഡിസിപ്ലിനറി ടീം വഴി അല്ലെങ്കിൽ ആ ഒരു ടീം വർക്ക് വഴി പ്രിസണിൽ ഉണ്ടാകുന്ന സർവീസ് ഫ്രാഗ്മെന്റേഷൻ തടയാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇവർ കൊളാബറേറ്റീവ്ലി ആണ് വർക്ക് ചെയ്യുക. നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു അവരുടെ ക്ലയന്റിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ക്ലയന്റിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായ ഇൻഫർമേഷൻസ് ഒക്കെ അവർ ഷെയർ ചെയ്യും. ഓക്കെ, next one, match the following. Part A, resocialization, reintegration, follow-up, rehabilitation. Part B, after release monitoring, learning new behaviors, readjusting to community, enhancing capacities inside prison. Okay, answer is option A, resocialization, learning new behaviors. കറക്റ്റ് ആണ്. ദെൻ റീഇന്റഗ്രേഷൻ, റീഅഡ്ജസ്റ്റിംഗ് ടു കമ്മ്യൂണിറ്റി. ഒഫൻസ് കമ്മിറ്റ് ചെയ്ത ആള് ശിക്ഷിക്കപ്പെട്ടു, ശിക്ഷ കഴിഞ്ഞ് ബാക്ക് ടു കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണ്. ആ ഒരു റീഅഡ്ജസ്റ്റിംഗ് അതാണ് ഉദ്ദേശിക്കുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു ലെവലിലേക്കൊക്കെ കമ്മ്യൂണിറ്റി ആയിട്ട് പോസിറ്റീവ്ലി കമ്മ്യൂണിറ്റി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. ദെൻ ഫോളോ ആഫ്റ്റർ റിലീസ് മോണിറ്ററിങ്, റിലീസിന് ശേഷം ആ ഒരു വ്യക്തിയെ നമ്മൾ ഇടയ്ക്ക് മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ പീരിയോഡിക്കലി മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ റീഹാബിലിറ്റേഷൻ, എൻഹാൻസിങ് കപ്പാസിറ്റീസ് ഇൻസൈഡ് ദ പ്രിസൺ. പ്രിസണിലായിരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, കപ്പാസിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നെക്സ്റ്റ് വൺ, halfway homes most benefit which group? Under trials, released offenders needing structured transition, new admissions, prison staff. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ബി. നമുക്കറിയാം ഹാഫ് വേ ഹോം എന്ന് പറയുന്നത് ഇപ്പൊ പ്രിസണിൽ നിന്ന് റിലീസ് ആവുന്ന ആൾക്കാർ അവരുടെ കമ്മ്യൂണിറ്റിയിൽ, അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ പോയി ജീവിക്കുന്നതിന് മുൻപ് അവരതിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ട്രാൻസിഷണൽ സ്റ്റേ അല്ലെങ്കിൽ പ്ലേസ് ആണ് എന്ത് ഹാഫ് വേ ഹോം എന്ന് പറയുന്നത്. അപ്പൊ അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുക? ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ റിലീസ്ഡ് ഒഫൻഡേഴ്സ് നീഡിങ് സ്ട്രക്ചേർഡ് ട്രാൻസിഷൻ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ട്രാൻസിഷൻ ആവശ്യമായിട്ടുള്ള വ്യക്തികൾക്ക്, അവർക്ക് വേണ്ടിയിട്ടാണ്, ആ ഒരു റിലീസ്ഡ് ഒഫൻഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഹാഫ് വേ ഹോം കൂടുതലും ബെനിഫിറ്റ് ചെയ്യുന്നത്. Next one, match the following. Part A, resource mobilization, ego strengthening, environmental modification, assessment. Part B, changing harmful conditions, identifying needs and strength, increasing coping capacity, linking with support systems.
Okay, answer is option C. Resource mobilization. ലിങ്കിങ് വിത്ത് സപ്പോർട്ട് സിസ്റ്റംസ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ അതിലേക്ക് നമ്മൾ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈഗോ സ്ട്രെങ്തനിങ്, ഇൻക്രീസിങ് കോപ്പിംഗ് കപ്പാസിറ്റി. ഇവരുടെ കോപ്പിംഗ് കപ്പാസിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുക. ഇപ്പൊ ഒരു ഒഫൻസ് ഒക്കെ കമ്മിറ്റ് ചെയ്ത് ജയിലിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലായിരിക്കാം. സോ അവരുടെ കോപ്പിംഗ് കപ്പാസിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക. ദെൻ എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ, ചേഞ്ചിങ് ഹാർംഫുൾ കണ്ടീഷൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫാദർ ആ ഒരു ആളുടെ മകളെ അബ്യൂസ് ചെയ്ത 2 പേരിൽ ഒരാളെ കൊന്നു കളഞ്ഞു, അങ്ങനെ വിചാരിക്കാം. ആഫ്റ്റർ റിലീസ് ഈ വ്യക്തി ആ ഒരു വ്യക്തിയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ആള് ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ കഴിയാണ്. സോ അവിടെ ഇനിയും ആ ഒരു ഒഫൻസ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഹാർംഫുൾ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ ആണ് ആ ഒരു ഫാദറിനെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഹാർംഫുൾ കണ്ടീഷൻസ് മാറ്റി കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അസസ്മെന്റ്, ഐഡന്റിഫൈങ് നീഡ്സ് ആൻഡ് സ്ട്രെങ്ത്. ഈ ഒരു ഒഫൻഡറുടെ നീഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്ട്രെങ്ത് ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, അത് മാച്ച് ഓഫ് ഫോളോയിങ് ആണ്. സ്പെഷ്യൽ ഹോം, ചിൽഡ്രൻ ഹോം, ഒബ്സർവേഷൻ ഹോം, ആഫ്റ്റർ കെയർ ഓർഗനൈസേഷൻ. Part B, long-term stay for juveniles found guilty, for children in need of care or protection, temporary custody during inquiry, post-release support. Okay, answer is option D. Special home ആർക്കാണ്? ലോങ് ടേം സ്റ്റേ ഫോർ ജുവനൈൽസ് ഫൗണ്ട് ഗിൽറ്റി, അതായത് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട ആ ഒരു പണിഷ്മെന്റ് കിട്ടുന്ന, പണിഷ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു കറക്ഷനിലൂടെ കടന്നു പോകേണ്ട ആ കുട്ടികള് താമസിക്കേണ്ട സ്ഥലം സ്പെഷ്യൽ ഹോം. ചിൽഡ്രൻസ് ഹോം എന്ന് പറയുമ്പോൾ ഫോർ ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ആ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം. ദെൻ ഒബ്സർവേഷൻ ഹോം എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയൽ നടക്കുന്ന സമയത്ത് ടെമ്പററിലി ഇവരെ കസ്റ്റഡിയിൽ വെക്കുന്ന സ്ഥലമാണ് ഒബ്സർവേഷൻ ഹോം. ദെൻ ആഫ്റ്റർ കെയർ ഓർഗനൈസേഷൻ, പോസ്റ്റ് റിലീസ് സപ്പോർട്ട്, ആഫ്റ്റർ റിലീസ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഓർഗനൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ സ്പെഷ്യൽ ഹോം, ചിൽഡ്രൻ ഹോം, ഒബ്സർവേഷൻ ഹോം തെറ്റിപ്പോകരുത്. അത് കൃത്യമായിട്ട് എന്തിനൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആണ് വരുന്നത്. നമുക്ക് അതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. പാർട്ട് എ, ഇൻഡിവിജ്വലൈസേഷൻ, കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ്, ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷൻ, നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. പാർട്ട് ബി, റെസ്പെക്ടിങ് യുണീക്നെസ്, അവോയ്ഡിങ് മോറൽ കണ്ടംനേഷൻ, ബാലൻസ്ഡ് എംപതി, അലൗവിങ് ഇൻഫോംഡ് ചോയ്സസ്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇൻഡിവിജ്വലൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു വ്യക്തിയുടെ യുണീക്നെസ് റെസ്പെക്ട് ചെയ്യുക, ആ വ്യക്തിയെ ആ വ്യക്തിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഡിഗ്നിറ്റി വേർത്ത് ഉണ്ടെന്നൊക്കെ റിയലൈസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ്, നമ്മളുടെ ഇമോഷൻസിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എംപതി, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു കേസ് കേൾക്കുമ്പോൾ നമ്മള് അതിൽ വല്ലാതെ ഇൻവോൾവ് ആവാൻ പാടില്ല ഇമോഷണലി. നമ്മൾ ഒബ്ജക്റ്റീവ്ലി, അല്ലെങ്കിൽ നമുക്കൊരു എംപതി ഒക്കെ വേണം, പക്ഷെ അത് നമ്മൾ വളരെയധികം എംപത്തൈസ് ചെയ്ത ആ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ ബൗണ്ടറി അടക്കാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷൻ, അലൗവിങ് 18th ക്വസ്റ്റ്യൻ ക്ലാരിഫൈ ചെയ്യാനോ? ഓക്കെ, ചെയ്യാം. ഇതൊന്ന് കഴിയട്ടെ. അലൗവിങ് ഇൻഫോംഡ് ചോയ്സസ്, അതായത് ക്ലയന്റ് തന്നെയാണ് ക്ലയന്റിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, അവോയ്ഡിങ് മോറൽ കണ്ടംനേഷൻ. ഇപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇത് കറക്ഷണൽ സെറ്റിംഗിൽ നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒഫൻഡേഴ്സ് ആണ്. അപ്പൊ അവരെ നമ്മൾ ആ ഒരു കണ്ണിലൂടെ ഒരു മോറലി വളരെ കറക്റ്റ് അല്ലാത്തൊരു കാര്യം ചെയ്ത വ്യക്തികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു മൊറാലിറ്റിയുടെ ബേസിസിൽ ജഡ്ജ് ചെയ്യാതെ ഒരു നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 18th ക്വസ്റ്റ്യനിലെ ക്ലാരിഫിക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെയ്യാവോ?
Next one, assertion reason. Group therapy improves social competence among inmates. Reason, group therapy provides real-time interpersonal learning situations. Answer is option A. Group therapy, it improves social competence among inmates. Correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്രൂപ്പ് തെറപ്പി പ്രൊവൈഡ്സ് റിയൽ ടൈം ഇന്റർപേഴ്സണൽ ലേണിംഗ് സിറ്റുവേഷൻസ്. നമുക്കറിയാം ഒരു ഗ്രൂപ്പിന്റെ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ അവിടെ സിമിലർ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവർക്ക് അവിടെ ആ ഒരു ഇന്റർപേഴ്സണൽ ലേണിംഗ് സിറ്റുവേഷൻസ് ലഭിക്കുന്നുണ്ട്. ആ ഒരു ലേണിംഗ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ഒബ്സർവേഷൻ ഹോം ഫോർ CCP ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത ലൈവ് സെഷനിൽ ഞാൻ അത് കറക്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. നെക്സ്റ്റ് വൺ, അസേർഷൻ ആൻഡ് റീസൺ. Assertion, juvenile offenders require community-based corrections whenever possible. Reason, community-based corrections minimize stigmatization and institutional dependency. Answer is option A. Juvenile offenders require community-based corrections whenever possible. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻസ് മിനിമൈസ് സ്റ്റിഗ്മറ്റൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിപ്പെൻഡൻസി. സോ കഴിവതും കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇവരുടെ കറക്ഷണൽ ഇന്റർവെൻഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പോസിബിൾ ആണെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ അതുവഴി ഒരു സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ട് ഇവരെ ആൾക്കാർ നോക്കിക്കാണുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറക്ഷണൽ സെറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും നമുക്ക് മാറ്റാനായിട്ട് പറ്റും. സോ അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ കറക്റ്റ് ആണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ അസേർഷൻ. റീസൺ എക്സ്പ്ലെയിൻസ് ദി അസേർഷൻ. ഈ ഒരു ഒബ്സർവേഷൻ ഹോം എനിക്ക് 18th ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നില്ല അത് ഒബ്സർവേഷൻ ഹോം ഇസ് ഫോർ CCP. ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ചിൽഡ്രൻസ് ഹോം തന്നെയാണെന്നാണ് ഞാൻ കണ്ടത്. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തായിരുന്നു. Okay, special home, long-term stay for juveniles, child in conflict with law. Okay, special home, long-term stay for juveniles found guilty. Observation home ആണ് ഉദ്ദേശിക്കുന്നത്. Okay. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം. ഞാൻ ആദ്യം വിചാരിച്ച ചിൽഡ്രൻസ് ഹോമാ പറഞ്ഞതെന്ന് വിചാരിച്ച. ഓക്കെ, ഞാനത് തെറ്റിപ്പോയി. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Next one, the person primarily responsible for pre-sentence investigation reports. Okay, answer is option B, probation officer. നമുക്കറിയാം പ്രീ സെന്റൻസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? പ്രൊബേഷൻ ഓഫീസർ ആണ്. ഓക്കെ, then case conferences differ from review meetings because they are informal, they analyze total personality, risk, strengths, and plan intervention. They focus only on discipline. They are held daily.
Answer is option B. They analyze total personality, risk, strengths and plan intervention. റിവ്യൂ മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഇത്ര ഡീപ്പായിട്ടൊന്നും പോവില്ല. ആ ഒരു ഇൻഫോർമേഷൻസ് ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ടോട്ടൽ പേഴ്സണാലിറ്റി, അവരുടെ റിസ്ക്, സ്ട്രെങ്ത്, അവർക്ക് എന്ത് ഇന്റർവെൻഷൻ വേണം, അത് ടോട്ടലി അനലൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ കേസ് കോൺഫറൻസിലാണ് സംഭവിക്കുക. Next one, evidence-based correctional interventions reduce recidivism because they focus only on discipline, follow intuition, target criminogenic needs using proven methods, increase surveillance only. ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് എവിഡൻസ് ബേസ്ഡ് കറക്ഷണൽ ഇന്റർവെൻഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയ പ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു എവിഡൻസ് ബേസ്ഡ് കറക്ഷണൽ ഇന്റർവെൻഷൻസ് വഴി നമുക്ക് റെസിഡിവിസം കുറയ്ക്കാനായിട്ട് പറ്റും. ബിക്കോസ് ദ ടാർഗറ്റ് ക്രിമിനോജനിക് നീഡ്സ് യൂസിങ് പ്രൂവൺ മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ ഇവരെ കറക്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ആ ഒരു ക്രിമിനോജനിക് നീഡ്സ് അല്ലെങ്കിൽ ഇവർക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ക്രിമിനോജനിക് നീഡ്സിനെയും കൂടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ എവിഡൻസ് ബേസ്ഡ് കറക്ഷണൽ ഇന്റർവെൻഷൻസ് വഴി നമുക്ക് റെസിഡിവിസം കുറയ്ക്കാനായിട്ട് അതുവഴി പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, അസേർഷൻ റീസൺ. അസേർഷൻ, early intervention improves correctional outcomes. Reason, behavior becomes rigid and resistant if intervention is delayed. കറക്റ്റ് ആണ്. ഏർലി ഇന്റർവെൻഷൻ വഴി നമുക്ക് കറക്ഷണൽ ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു ഇന്റർവെൻഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിൽ മാക്സിമം ഒരു ബെറ്റർ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. റീസൺ, ബിഹേവിയർ ബിക്കംസ് റിജിഡ് ആൻഡ് റെസിസ്റ്റന്റ് ഇഫ് ഇന്റർവെൻഷൻ ഇസ് ഡിലേ. നമ്മൾ ഒരു ഏർലി ഇന്റർവെൻഷൻ നടക്കുന്നില്ലെങ്കിൽ, ഒരു ടൈംലി ഇന്റർവെൻഷൻ നടക്കുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ക്രിമിനൽ ബിഹേവിയർ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാതെ റിജിഡ് ആയിട്ട് ഇരിക്കും. ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ആ ഒരു ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ റെസിസ്റ്റൻസ് കാണിക്കാം ഈ ഒരു ഒഫൻഡർ. നമ്മൾ എന്തൊക്കെ ഇന്റർവെൻഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചാലും ആ ഒരു വ്യക്തി റെസിസ്റ്റന്റ് ആയാലും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഏർലി ഇന്റർവെൻഷൻ ഇംപ്രൂവ്സ് കറക്ഷണൽ ഔട്ട്കംസ് ബിക്കോസ് ബിഹേവിയർ ബിക്കംസ് റിജിഡ് ആൻഡ് റെസിസ്റ്റന്റ് ഇഫ് ഇന്റർവെൻഷൻ ഇസ് ഡിലേഡ്. Next one, assertion, non-institutional methods strengthen rehabilitation. Reason, they preserve social ties and reduce stigma. കറക്റ്റ് ആണ്. ഓപ്ഷൻ എ. അതായത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് വഴി റീഹാബിലിറ്റേഷൻ കുറച്ചുകൂടി സ്ട്രെങ്തൻഡ് ആവും, അല്ലെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. റീസൺ, ദേ പ്രിസർവ് സോഷ്യൽ ടൈസ് ആൻഡ് റെഡ്യൂസ് സ്റ്റിഗ്മ. അപ്പൊ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കറക്ഷണൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി ഈ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ സോഷ്യൽ ടൈസ് പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റിഗ്മ കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. സോ അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ട്രൂ ആൻഡ് റീസൺ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദി അസേർഷൻ. Next one, assertion, family intervention is crucial in a correctional practice. Reason, family system is a major determinant in criminal desistance. എ ആണ് വരിക. ഫാമിലി ഇന്റർവെൻഷൻ ഈ ഒരു കറക്ഷണൽ പ്രാക്ടീസിൽ ക്രൂഷ്യൽ ആണ്. അത് കറക്റ്റ് ആണ്. റീസൺ, ഫാമിലി സിസ്റ്റം ഇസ് എ മേജർ ഡിറ്റർമിനന്റ് ഇൻ ക്രിമിനൽ റെസിസ്റ്റൻസ്. ആ ഒരു ക്രിമിനൽ ബിഹേവിയറിൽ നിന്നും പിന്തിരിയുക അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക, അതിൽ ഈ ഒരു ഫാമിലി സിസ്റ്റം കൊടുക്കുന്ന ഒരു ഫാമിലി സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. Next one, match the following: social skills training, anger management, relapse prevention, psychoeducation. Part B, identifying triggers and high-risk situations, learning appropriate social responses, understanding mental health conditions, learning relaxation and problem solving.
ആൻസർ ഈസ് ഓപ്ഷൻ ബി, സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, ലേണിംഗ് appropriate social responses. നമ്മൾ റീലേൺ ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ആങ്കർ മാനേജ്മെന്റ്, ലേണിംഗ് റിലാക്സേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, സോ ആങ്കർ മാനേജ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ പഠിക്കുക, ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ പഠിക്കുക, ആ ഒരു പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ലോജിക്കലി അല്ലെങ്കിൽ ഇമോഷണലി ഒരു വളരെയധികം ദേഷ്യത്തോടു കൂടി അല്ലാതെ എങ്ങനെയൊക്കെ സമീപിക്കാം, എങ്ങനെയൊക്കെ അത് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. ദെൻ റിലാപ്സ് പ്രിവെൻഷൻ, ഐഡന്റിഫൈങ് ട്രിഗേഴ്സ് ആൻഡ് ഹൈ റിസ്ക് സിറ്റുവേഷൻസ്. എന്തൊക്കെയാണ് ഈ ഒരു അഡിക്ഷൻ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഹൈ റിസ്ക് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ഇവർ ആ ഒരു ടെൻഡൻസി കാണിക്കാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. അത് റിലാപ്സ് പ്രിവെൻഷന്റെ ഭാഗമാണ്. ദെൻ സൈക്കോ എഡ്യൂക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു മെന്റൽ ഹെൽത്ത് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹാബിച്വൽ ഒഫൻഡേഴ്സ് റിക്വയർ ഇന്റർവെൻഷൻ സെന്റേർഡ് ഓൺ one-time counseling, long-term behavioral restructuring and social integration, only vocational training, visual surveillance. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലോങ് ടേം ബിഹേവിയറൽ റീസ്ട്രക്ചറിങ് ആവശ്യമായിരിക്കും. കാരണം ഇവർ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ്, അപ്പോൾ കുറച്ചധികം ഡീപ്പായിട്ടുള്ള ഇന്റർവെൻഷൻസ് ഇവർക്ക് വേണം. ആൻഡ് ഓൾസോ സോഷ്യൽ ഇന്റഗ്രേഷൻ. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്: വൊക്കേഷണൽ ട്രെയിനിങ്, സൂയിസൈഡ് റിസ്ക് അസസ്മെന്റ്, ട്രോമ തെറപ്പി, ലീഗൽ ലിറ്ററസി സെഷൻസ്. പാർട്ട് ബി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, ലീഗൽ എയ്ഡ് ലോയർ, എഡ്യൂക്കേറ്റർ ഓർ സ്കിൽ ട്രെയിനർ. ഇതിൽ ഏതൊക്കെ ആരുടെയൊക്കെ ജോലിയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം. ഓപ്ഷൻ സി ആണ് വൊക്കേഷണൽ ട്രെയിനിങ്. നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് മേ ബി ഡൗട്ട് വരാം, ഇത് എല്ലാം ഇതിൽ ഒന്നിലധികം സോഷ്യൽ വർക്കർ ചെയ്യുന്നതല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ഡൗട്ട് വരാം. സോ തന്നിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നോക്കുക. വൊക്കേഷണൽ ട്രെയിനിങ്, എഡ്യൂക്കേറ്റർ ഓർ സ്കിൽ ട്രെയിനർ, സൂയിസൈഡ് റിസ്ക് അസസ്മെന്റ്, സോഷ്യൽ വർക്കർ, ട്രോമ തെറപ്പി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ലീഗൽ ലിറ്ററസി സെഷൻസ്, ലീഗൽ എയ്ഡ് ലോയർ. ഓക്കെ. Next one, re-socialization most resembles punishment, relearning norms required for a non-criminal life, prison discipline training, court procedure. ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ റീസോഷ്യലൈസേഷൻ അതുകൊണ്ട് ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, റീലേണിംഗ് നോംസ് റിക്വയർഡ് ഫോർ എ നോൺ ക്രിമിനൽ ലൈഫ്. ഒരു ക്രിമിനൽ അല്ലാതെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട പെരുമാറ്റ ചട്ടങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ റീസോഷ്യലൈസേഷൻ മോസ്റ്റ് റിസംബിൾസ് റീലേണിംഗ് നോംസ് റിക്വയർഡ് ഫോർ എ നോൺ ക്രിമിനൽ ലൈഫ്. ലാസ്റ്റ് വൺ, വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ റിക്വയേഴ്സ് police enforcement, legal threats, voluntary participation and emotional safety, judicial interrogation. ഓപ്ഷൻ സി ആണ്, വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇമോഷണൽ സേഫ്റ്റി ആണ് ഇവിടെ വരുന്നത്. ഇത് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് വിക്ടിം ഒഫൻഡർ മീഡിയേഷൻ സംഭവിക്കുന്നത്. വിക്ടിമും ഒഫൻഡറും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ടു പേരും വോളണ്ടറിലി ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. രണ്ട് കൂട്ടരുടെയും ഒരു ഇമോഷണൽ സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കി ആണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. വിക്ടിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ടിം ആ ഒരു ഒഫൻഡർ, ഓക്കെ ഫസ്റ്റ് ഒഫൻഡർ പറയാം, വിക്ടിമിനുണ്ടായിട്ടുള്ള ആ ഒരു ഹാം, ഈ ഒരു വ്യക്തി ചെയ്ത ഈ ഒരു ആക്ട് മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി നേരിടുന്നു, അത് ഇമോഷണലി ആകാം, ഫിസിക്കലി ആകാം, സോഷ്യലി ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയലും
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒഫൻഡറെ സംബന്ധിച്ച് ഒഫൻഡർ ഓക്കെ ഞാൻ ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു റീസൺസ് കൊണ്ട് ചെയ്ത ഒരു ആക്ട് ആയിരിക്കാം. അതുമൂലം ഈ ഒരു വ്യക്തിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി, എന്റെ ആക്ട് മൂലമാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക, അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ വിക്ടിം ഒഫൻഡർ മീഡിയേഷന് രണ്ടുപേരുടെയും വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്, അവരുടെ ഇമോഷണൽ സേഫ്റ്റി എൻഷുർ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. 18th ക്വസ്റ്റ്യൻ ഞാൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം നെക്സ്റ്റ് സെഷനിൽ. ഒരുവിധം എല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പേർക്ക് ചില ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് മിസ്റ്റേക്സ് വന്നത്. സോ എവിടേക്കാണ് മിസ്റ്റേക്സ് വന്നതെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ആ ഒരു ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.